കോൺഗ്രസിനെതിരെ ഒളിയമ്പുമായി ശശി തരൂർ. വിയോജിപ്പുകൾ തെരഞ്ഞെടുപ്പിന് മുൻപാകണമെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാജ്യനന്മയ്ക്കായി ഒന്നിച്ചു നിൽക്കണമെന്നും തരൂർ എക്സിൽ കുറിച്ചു. ട്രംപ് മംദാനി കൂടിക്കാഴ്ചയെ പുകഴ്ത്തിയാണ് തരൂരിന്റെ പോസ്റ്റ്. സജു തോമസ് വിവരങ്ങൾ നൽകും. സജു, ഇതിപ്പോൾ പലതവണയായി കോൺഗ്രസ് നേതൃത്വത്തിന് ശശി തരൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും അതുപോലെ തന്നെ പ്രതികരണങ്ങളും ഒക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയാണ്. ഇപ്പോഴത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്താണ് പറയുന്നത്? ദിവ്യ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പ്രധാനമായിട്ടും കോൺഗ്രസിനെതിരെ ഒരു ഒളിയമ്പെന്ന രീതിയിലാണ് ഇപ്പോൾ ശശി തരൂർ എക്സിൽ ഒരു പോസ്റ്റ് എഴുതിയിരിക്കുന്നത്. അതായത് ട്രംപ് മംദാനി കൂടിക്കാഴ്ച പുകഴ്ത്തിയ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഈ പോസ്റ്റ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. വിയോജിപ്പുകൾ തെരഞ്ഞെടുപ്പിന് മുൻപാകണമെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാജ്യ നന്മയ്ക്കായി ഒന്നിച്ചു നിൽക്കണമെന്നും അങ്ങനെയാണ് ജനാധിപത്യം പ്രവർത്തിക്കേണ്ടതെന്നുമാണ് ഇപ്പോൾ ശശി തരൂർ എക്സിൽ കുറിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ബീഹാർ അടക്കമുള്ള തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് വലിയ ദയനീയമായിട്ടുള്ള പരാജയം ഏറ്റുവാങ്ങിയ ശേഷവും വലിയ വിമർശനങ്ങൾ BJPക്കെതിരെയും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ഉയർത്തുന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയുള്ള തരൂരിന്റെ പോസ്റ്റുകൾ അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയാണ്. നേരത്തെ സമാനമായ രീതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തുകയും അതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധിയെ വിമർശിച്ചുമുള്ള പോസ്റ്റുകൾ തരൂരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള പോസ്റ്റുകളാണ് ഇപ്പോൾ തരൂരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയെ ഏത് രീതിയിൽ പ്രതിരോധത്തിലാക്കാമെന്നാണ് ഇപ്പോൾ പല പോസ്റ്റുകളിലൂടെ തരൂർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണവും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ശശി തരൂരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന പോസ്റ്റുകളോട് പ്രതികരിക്കേണ്ട എന്നുള്ളൊരു നിലപാടാണ് ഹൈക്കമാൻഡ് സ്വീകരിച്ചിരിക്കുന്നത്. തുടർച്ചയായി കോൺഗ്രസിന് പ്രതിസന്ധി ഉണ്ടാക്കുകയാണ് ശശി തരൂർ MP. വിവരങ്ങളാണ് സജു തോമസ് നൽകിയത്.